ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൺ. ഇന്ന് ഞാൻ 2 സ്നാക്ക് റെസിപ്പീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒരു സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൊട്ടാറ്റോ ബോൾസും അതുപോലെ തന്നെ ബ്രെഡ് പോക്കറ്റും ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് പോക്കറ്റ് ഞാൻ ഇതിന് മുമ്പ് 1-2 വീഡിയോസ് പല ഫില്ലിംഗ് വെച്ചുകൊണ്ടുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമലായിട്ട് നമ്മൾ ഷവർമൻ്റെ ഫില്ലിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഫില്ലിംഗ് ഉണ്ടാക്കിയത്. പിന്നെ പൊട്ടാറ്റോ ബോൾസ് അതും സൂപ്പർ സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 വലിയ സൈസിലുള്ള പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇതിപ്പം വീട്ടിലുണ്ടായ സ്പ്രിംഗ് ഓണിയനാണ്. ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. അതൊക്കെ ഈ ഒരു പൊട്ടാറ്റോൻ്റെ ബോൾസിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിപ്പം പൊട്ടാറ്റോ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരു 2 കായ് ചുറ്റുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ ഒക്കെ ഗ്യാസ് ട്രബിളാണ്. അപ്പോൾ ചുറ്റുള്ളീൻ്റെ അതായത് വെളുത്തുള്ളീൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പം പ്രശ്നമില്ല എന്ന് പറയും. പൊട്ടാറ്റോ ബോൾസിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറിയോളം വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട ആ ഒരു സ്പ്രിംഗ് ഓണിയൻ അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫ്രഷ് ആയിട്ടുള്ള ഉലുവ ഇലയാണിത്. അതും ചെറുതായിട്ട് ആ ഒരു ലീവ്സ് മാത്രം എടുത്തിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊട്ടാറ്റോ ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാണ്ട് വേണം നമ്മളിത് ഉടച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഉടച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ മാഷറുണ്ട്, അത് വെച്ചൊന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് നമ്മുടെ ചെറിയ അമ്മിക്കുട്ടി ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്നത്, അതിൻ്റെ ആ ഒരു അമ്മിക്കുട്ടി വെച്ചിട്ടാണ് മാഷ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാണ്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓരോന്നും ചേർത്ത് കൊടുക്കാം. ഉള്ളി, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ, കുറച്ച് പച്ചമുളകും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു എരിവിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട്. അത് നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു മേഥി ലീവ്സ്, അതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാരറ്റ് ഞാൻ വേറെ തന്നെ വേവിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ട് അരമുറി ഗ്രേറ്റ് ചെയ്യാനും അരമുറി വേവിക്കാനുമാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറിന് പകരം ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ റവയും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് എന്തായാലും പച്ചമുളകും റെഡ് ചില്ലി ഫ്ലേക്സും ഒക്കെയാണ് ചേർത്തത്. പിന്നെ ചിക്കൻ മസാല പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് കൈവച്ച് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചിട്ട് എല്ലാത്തിലും അങ്ങ് പിടിച്ച് വരുന്ന കണക്കിന് അങ്ങ് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷമാണ് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ ഒരു മാവ് കുഴക്കുമ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല. അങ്ങനെ ആകുമ്പം ബോൾ നമ്മൾ പൊരിച്ചെടുക്കുമ്പം ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും, കുറച്ച് സൈസായി വരും. ഇനിയിപ്പം ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരു ചെറിയൊരു ജാറിൻ്റെ ആ ഒരു മൂടി വെച്ചിട്ട്, നല്ല ഷാർപ്പ് എഡ്ജായിട്ടുള്ള ഒരു മൂടി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ അടുത്ത് ഏതെങ്കിലും റൗണ്ട് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഈ ബ്രെഡ് പോക്കറ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പം ബ്രെഡ് ക്രംസും മുട്ടയും റെഡി ആയിട്ടുണ്ട്. മുട്ട എന്ന് പറയുന്നത്, ഒരു മുട്ട ഉടച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആദ്യം നന്നായി 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം, മുട്ട ആ ഒരു എല്ലാ ബ്രെഡിൻ്റെ സൈഡിലും പിടിച്ചതിന് ശേഷം അത് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് അത് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ എണ്ണ നന്നായി ചൂടായാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഈ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗവും നന്നായി പൊരിച്ചെടുക്കുക. അപ്പം 2 ഒരുമിച്ച് വെക്കുമ്പം അതങ്ങനെ വിട്ടു പോകുന്നില്ല. എണ്ണയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡിലൊക്കെ കോട്ട് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ, നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം.
അപ്പോൾ ഓരോ ബ്രെഡും ഇതേപോലെ തന്നെ അങ്ങിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. അങ്ങനെ ബ്രെഡ് പോക്കറ്റൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ ആ സെയിം ഓയിലിൽ തന്നെയാണ് ഞാനിപ്പോൾ പൊട്ടാറ്റോ ബോൾസും കൂടെ ഫ്രൈ ചെയ്യുന്നത്. ഓയിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, കാരണം ആ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ അതിലുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടാറ്റോ ബോൾസ് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അതൊരു മീഡിയം ആക്കി മാറ്റണം, കാരണം ഉൾഭാഗമൊക്കെ ഒന്ന് പൊരിഞ്ഞ് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം ഇങ്ങനെ കളറായിട്ട് ഉള്ളൊന്നും ശരിക്കും അങ്ങ് എന്താ പറയുക ചൂടും കിട്ടൂല, മൊരിഞ്ഞ് വരെയില്ല. ഓൾറെഡി വെന്തതാണ് പൊട്ടാറ്റോ ഒക്കെ ഓൾറെഡി വെന്തതാണ്, എന്നാലും അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വരണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി. പുറം ഭാഗം നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. പിന്നെ ഇത് ബ്രെഡ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ്. സാധാരണ നമ്മുടെ ആ ഒരു ഷവർമൻ്റെ ഫില്ലിംഗ് തന്നെയാണ്. എന്താ പറയുക, മയണൈസിൽ കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റ്, അതുപോലെ ക്യാബേജ്, കുറച്ച് സവാള ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വേവിച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കണം. പിന്നെ ബ്രെഡ് ഹാഫായി കട്ട് ചെയ്തിട്ട് ഓരോന്നിലും അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ 2 സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള 2 സ്നാക്കും ഞാനിതാ സെർവ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസാണ്, അതിൻ്റെ കൂടെ മയണൈസും. അപ്പോൾ അടിപൊളിയായി. പിന്നെ ഈ ഒരു എന്താ പറയുക, പൊട്ടാറ്റോ ബോൾസിൽ ചീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി ചെറിയ ചെറിയ ചിക്കൻ പീസസ് ഒക്കെ അങ്ങനെ ഉള്ളിൽ വെച്ച് ബോളാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതും ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെന്താ പറയുക, അടിപൊളി ടേസ്റ്റായി. ബ്രെഡ് പോക്കറ്റിനെ പറ്റി പറയാൻ ഞാൻ 1-2 വീഡിയോസ് ഇതിന് മുമ്പ് പല ഫില്ലിങ്സ് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്ക്. ഞാൻ ലിങ്ക് കഴിയുന്നതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണേ. പിന്നെന്താ, വീഡിയോസ് കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം എന്താ പറയുക, പുതിയ റെസിപ്പീസുമായിട്ട് നമുക്കിനിയും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.